പാസ് ബ്യൂട്ടി വേൾഡ്. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മളെ വീഡിയോസൊക്കെ വന്നിട്ട്, അപ്പം നമ്മളെ പാർലറിൽ കുറച്ച് തിരക്കൊക്കെ ഉള്ളതുകൊണ്ടാണ്, ക്ലയൻസ് ഒക്കെ ഉള്ളതുകൊണ്ടായിരുന്നു നമുക്ക് വീഡിയോസൊക്കെ ആയിട്ട് വരാൻ പറ്റാതിരുന്നത്. അപ്പം നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിലൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് ഹോട്ട് ഓയിലും ഹെയർ സ്പായും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചിട്ടാണ്. ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ഹെയർ സ്പാ റെക്കമെൻഡ് ചെയ്യുന്നത്, അതുപോലെ എന്തൊക്കെ റീസൺ കൊണ്ടാണ് നമ്മൾ ഹോട്ട് ഓയിൽ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഹോട്ട് ഓയിലിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് ഹോട്ട് ഓയിൽ ചെയ്യുന്നതെന്ന്. ചില ആളുകളുടെ സ്കാൽപ്പ് നമുക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കും. ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ കുറയുന്നതുകൊണ്ട് തന്നെ സ്കാൽപ്പ് ഡ്രൈ ആയിട്ട് ഡാൻഡ്രഫ് പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ ഹോട്ട് ഓയിലാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. നമ്മൾ ഹോട്ട് ഓയിൽ ചെയ്യുമ്പം ആ ഒരു ഹെയറിൽ കുറച്ചുകൂടി ഒരു ഫ്രീസിനെസ് ആണെങ്കിലും ഡാൻഡ്രഫ് ഒക്കെ തന്നെ കുറഞ്ഞ് നിറഷ് ആവാനുള്ളതും പിന്നെ സ്പ്ലിറ്റൻസ് ഒക്കെ ഭാവിയിൽ വരാനുള്ള ചാൻസും ഒക്കെ കുറവായിരിക്കും. നമ്മൾ വീക്സിൽ വൺസ് ആയിട്ട് നമ്മൾ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ജസ്റ്റ് ഒരു മസാജ് പോലെ റിലാക്സേഷന് വേണ്ടിയിട്ടും ഈ ഒരു ഹോട്ട് ഓയിൽ നമുക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. അത് കൂടാതെ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ടും നമുക്ക് ഈ ഒരു ഹോട്ട് ഓയിലിനെ എടുക്കാവുന്നതാണ്. നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ടാണ് ഹോട്ട് ഓയിൽ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റിന് ആവശ്യമായ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി, നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കൂടി അതിൽ ആഡ് ചെയ്തതിനു ശേഷമായിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ 30 മിനിറ്റ്സ് ആണ് നമുക്ക് ഈ ഓയിൽ നമ്മൾ ഈ ഒരു സ്കാൽപ്പിലാണെങ്കിലും മുടിയിലാണെങ്കിലും തേച്ച് പിടിപ്പിക്കുന്നത്. അതിനുശേഷം അത് മസാജൊക്കെ കൊടുത്ത് സ്റ്റീമൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ഓയിലിനെ വാഷ് ചെയ്ത് കളയുന്നത്. അപ്പം അതിലൂടെ തന്നെ മുടിക്ക് ഒരു സ്പ്ലിറ്റൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഒക്കെ അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിതിൽ ഏറ്റവും കൂടുതൽ ഏത് ഓയിൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് നല്ലതെന്ന് ചോദിക്കാറുണ്ട്. അപ്പം കസ്റ്റർ ഓയിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. നമുക്ക് ഒലിവ് ഓയിൽ ആണെങ്കിലും കോക്കനട്ട് ഓയിൽ ആണെങ്കിലും വെർജിൻ ഓയിൽസ് ആണെങ്കിലും ബദാം ഓയിൽസ് അങ്ങനത്തെ പല വാൽനട്ട് ഓയിൽസ് ഒക്കെ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമ്മൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കാം കസ്റ്റർ ഓയിൽ യൂസ് ചെയ്ത് ചെയ്യുന്നത്. കാരണം അതിൽ ആന്റി ഓക്സിഡൻസ് ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ മുടി ഒരുപാട് ന്യൂട്രീഷ്യസ് ആക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് കസ്റ്റർ ഓയിൽ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ ഹോട്ട് ഓയിൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ സ്റ്റീമിംഗ് ഒക്കെ കൊടുക്കും. ഇപ്പോൾ സ്പാലിൽ നമ്മൾ സ്റ്റീമിംഗ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഹോട്ട് ഓയിലിൽ സ്റ്റീമിംഗ് കൊടുക്കുമ്പോൾ ആ ഒരു മസാജിങ് ഒക്കെ കൂടി ആകുമ്പോൾ നമ്മളെ ബ്ലഡ് സർക്കുലേഷനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നതോടുകൂടി നമ്മളെ മുടിയുടെ സ്ട്രെങ്തൻ കുറച്ചുകൂടി ഒന്ന് വർദ്ധിപ്പിക്കും. മുടിക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് സർക്കുലേഷനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ക്യൂട്ടികളൊക്കെ ഓപ്പൺ ആവുകയും നമ്മൾ കൊടുക്കുന്ന എല്ലാതും ഈ സ്കിന്നിൽ, അതായത് സ്കാൽപ്പിലും മുടിയിലേക്ക് ഇറങ്ങി അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റർ ഓയിൽ യൂസ് ചെയ്തിട്ട് ഹോട്ട് ഓയിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം അതിൽ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഇ ആണെങ്കിലും ഒമേഗ 6 ഉണ്ട്. അതേപോലെ തന്നെ ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ ആന്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ അത് വളരെയധികം ബെറ്റർ ആയിട്ട് നമുക്ക് റിസൾട്ട് തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഹോട്ട് ഓയിൽ നമുക്ക് ആ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ ഹോട്ട് ഓയിൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓയിൽസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോൾഡ് പ്രസ്ഡ് ഓയിൽസും ഹോട്ട് പ്രസ്ഡ് ഓയിൽസ് നമുക്ക് കിട്ടാനുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും നല്ലത് റിസൾട്ട് തരുന്നത് കോൾഡ് പ്രസ്ഡ് ഓയിൽസ് ആയിരിക്കും. കാരണം അതിൽ ആന്റി ഓക്സിഡൻസോ അല്ലെങ്കിൽ ന്യൂട്രിയൻസോ ഒന്നും വിഘടിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ അളവിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷെ അത് ഹോട്ട് പ്രസ്ഡ് ഓയിൽസ് ആകുമ്പോൾ ഇത് ന്യൂട്രിയൻസ് വളരെ ലോ ആയിരിക്കും, ആന്റി ഓക്സിഡൻസ് വളരെ ലോ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത് കോൾഡ് പ്രസ്ഡ് ഓയിൽസ് യൂസ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഹെയർ സ്പായെ കുറിച്ചിട്ടാണ്. അപ്പൊ സ്പാ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയറിനെ ഭയങ്കരമായിട്ട് ഷൈനി ആൻഡ് സ്മൂത്ത് ആക്കി മാറ്റാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും ഹെയർ റെജുമിനേറ്റ് ആവാനും ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്പാ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ സ്പാ വഴി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോ ട്രീറ്റ്മെന്റിനനുസരിച്ചുള്ള സെറം കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെയർ ഫോൾ ആണെങ്കിലും ശരി, അതേപോലെ തന്നെ ഡാൻഡ്രഫിനൊക്കെ ആണെങ്കിലും ആന്റി ഡാൻഡ്രഫിന്റെ സെറവും അതേപോലെ ആന്റി ഹെയർ ഫോൾ സെറം ഒക്കെ നമ്മൾ ഈ ഒരു സ്പാ ക്രീമിൽ മിക്സ് ചെയ്തിട്ടായിരിക്കും ട്രീറ്റ്മെന്റ് പോലെ ചെയ്യുന്നുണ്ടാവുക. നമ്മളൊരു വൺസ് എ മന്ത് നമുക്ക് ഇത് സ്പാ ചെയ്യാൻ പറ്റും. ട്രീറ്റ്മെന്റ് പോലെ എടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്കറിയാം ചില ആൾക്കാരുടെ ഹെയറിൽ ഭയങ്കരമായിട്ടുള്ള ഡാൻഡ്രഫും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എത്രയൊക്കെ നമ്മളിപ്പോൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് നോക്കി നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പോകുന്നില്ല എന്ന് പറയുന്ന കേസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു റെഗുലർ പീരീഡിൽ ഇത് എടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ തന്നെ 1 മന്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ വൺസ് എ മന്തിൽ നമ്മളിപ്പോൾ സ്പാ ചെയ്തു. അപ്പൊ 2 വീക്സ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്പായ്ക്ക് 2 വീക്സിന് ശേഷം നമ്മൾ ഒരു ഹോട്ട് ഓയിൽ കൊടുക്കുക. അപ്പൊ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹെയർ ഫോൾ ആണെങ്കിലും ശരി, ഡാൻഡ്രഫ് പോലെയുള്ള കാര്യങ്ങൾ ഒരു ട്രീറ്റ്മെന്റ് വൈസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹെയർ ഗ്രോത്തും ഹെയർ ബ്ലഡ് സർക്കുലേഷനും ബൂസ്റ്റ് ചെയ്യുന്നതോടുകൂടി ഹെയർ ഗ്രോത്തിനെയും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അപ്പൊ ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അധികം ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുള്ളത് അല്ലേ. അപ്പം ആ ഒരു സംശയത്തിനൊക്കെ ഒരു പരിഹാരമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനൊക്കെയുള്ള ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഡിലേ ആയെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം ഞങ്ങൾ ഇതേപോലെ തന്നെ ഫ്രീ ടൈമിൽ വീഡിയോസ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പൊ വീണ്ടും ഇതേപോലെയുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.